പ്രിയമുള്ളവരെ, ഉപജീവനത്തിന്റെ ഉപാധികൾ തേടി കടലലകൾക്കിപ്പുറത്ത് മണലാരണ്യത്തിലെത്തി സ്വപ്നങ്ങൾക്ക് നിറമേഴും ചാലിക്കുന്നവരാണ് ഗൾഫ് മലയാളികൾ. അകലങ്ങളിലായാലും സ്വന്തം നാടിന്റെ സംസ്കൃതിയെ നെഞ്ചോട് ചേർത്ത് മുന്നേറാനാണ് ഏവർക്കും ഇഷ്ടം. നാട്ടിലെ കലാകായിക മാമാങ്കങ്ങളെ പുനർസൃഷ്ടിച്ച് ഗൾഫിൽ മറ്റൊരു കേരള വസന്തം തീർക്കുമ്പോൾ കൂട്ടായ്മകൾക്ക് പുതിയ രൂപവും ഭാവവും കൈവരുന്നു. 3 പതിറ്റാണ്ടിലേറെ കാലമായി അത്യുത്തര കേരളത്തിന്റെ ഹൃദയഭൂമികയായ ഉദുമ പള്ളം കേന്ദ്രീകരിച്ച് കായിക പാരമ്പര്യത്തിൽ അത്ഭുതഗാഥകൾ രചിച്ച് മുന്നേറുന്ന പ്രസ്ഥാനമാണ് വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ഈ കുടുംബത്തിന്റെ ഭാഗമാവുകയും പിന്നീട് ഗൾഫിലെത്തിച്ചേരുകയും ചെയ്ത സുഹൃത്തുക്കൾ ഒന്നുചേർന്ന് 2009 ജനുവരി മാസത്തിൽ UAE മണ്ണിലും വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് രൂപം നൽകി. 4 വർഷങ്ങളുടെ സാർത്ഥകമായ പ്രവർത്തന മികവ് നെഞ്ചേറ്റി വിക്ടറി ഇപ്പോൾ 5ാം വർഷത്തിന്റെ നിറവിലാണ്. ഈ ശുഭവേളയിൽ UAE ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന ഓൾ ഇന്ത്യ ലെവൽ കബഡി ടൂർണമെന്റിന് സാക്ഷികളാകാൻ ഷാർജ വാണ്ടറേഴ്സ് സ്പോർട്സ് ക്ലബിന്റെ ഈ കളിക്കളത്തിലെത്തിയ ഏവർക്കും വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സ്നേഹസ്വാഗതം. പ്രിയപ്പെട്ടവരെ, കരുത്തിന്റെ കാഴ്ചയംഗമാണ് കബഡി. ലോക കായിക സംസ്കാരത്തിലെ വേറിട്ട ചിത്രമായ കബഡിയുടെ ആവേശത്തിരയിളക്കത്തിന് വാണ്ടറേഴ്സ് സ്പോർട്സ് ക്ലബിന്റെ ഈ കളിക്കളം ഇന്ന് വേദിയാവുകയാണ്. 20 വമ്പൻ ടീമുകൾ കളിക്കമ്പത്തോടെ കൊമ്പുകോർക്കാനെത്തുമ്പോൾ ഈ കായിക മാമാങ്കത്തിനായി സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഞങ്ങൾ നിറഞ്ഞ സ്നേഹത്തോടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാം സ്ഥാനം നേടുന്ന ടീമിനുള്ള 2222 ദിർഹംസിന്റെ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രകാശ് ഷെട്ടി കൊക്കാൽ ആണ്. രണ്ടാം സ്ഥാനക്കാർക്കുള്ള 1111 ദിർഹംസിന്റെ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് PV കൃഷ്ണൻ പള്ളം. മൂന്നാം സ്ഥാനക്കാർക്കുള്ള 444 ദിർഹംസ് ക്യാഷ് പ്രൈസും 4ാം സ്ഥാനക്കാർക്കുള്ള 222 ദിർഹംസ് ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ET സ്റ്റാർസ്. ഒന്നാം സ്ഥാനം നേടുന്ന ടീമിനുള്ള ട്രോഫി എമിറേറ്റ് സ്നാക്ക് ഫുഡ് LLC സ്പോൺസർ ചെയ്യുന്നു. 2ാം സ്ഥാനക്കാർക്കുള്ള ആ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദാമോദരൻ മണിയങ്ങാനം. മൂന്നാം സ്ഥാനക്കാർക്കുള്ള ട്രോഫി ശ്രീ ഗണപതി സ്വരൂപ് സ്പോൺസർ ചെയ്തിരിക്കുന്നു. 4ാം സ്ഥാനക്കാർക്കുള്ള ട്രോഫി കൊപ്പൽ കണ്ണൻ സ്പോൺസർ ചെയ്തതാണ്. ബെസ്റ്റ് ടീമിനുള്ള ട്രോഫി ബൈമെറ്റ് ഇന്റർനാഷണൽ LLC വകയായി നൽകുന്നു. മികച്ച ഓൾറൗണ്ടർക്ക് മനോജ് കോവൽ ബീച്ച് സ്പോൺസർ ചെയ്യുന്ന ട്രോഫി സമ്മാനിക്കുന്നു. മികച്ച ക്യാച്ചർക്കുള്ള ട്രോഫി സ്പോൺസർ ചെയ്യുന്നത് മജീദ് പള്ളം തെക്കേക്കര. മികച്ച റൈഡർക്കുള്ള ട്രോഫി സ്പോൺസേഡ് ബൈ നാരായണൻ വാണിയാർമൂല. വിജയികൾക്കുള്ള വ്യക്തിഗത ട്രോഫികൾ കൃഷ്ണൻ കുതിരക്കോടും, റണ്ണറപ്പിനുള്ള വ്യക്തിഗത ട്രോഫികൾ BMA ദുബായിയും, ഓൺ ദ സ്പോട്ട് മെഡലുകൾ പാലക്കുന്ന വിജയ ബേക്കറിക്ക് വേണ്ടി പ്രേമൻ പള്ളവും, ഫൈനലിലെ ആദ്യ ബോണസ് പോയിന്റിനുള്ള പ്രൈസ് സിജു നരേന്ദ്രനും സ്പോൺസർ ചെയ്തിരിക്കുന്നു.
ഈ സ്റ്റേഡിയം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എക്സ്പേർട്ട് ഇന്റർനാഷണൽ സർവീസസ് LLC, അപ്സര ഗ്രൂപ്പ്, ചന്ദ്രൻ VP, ഗണേഷ് അരമങ്ങാനം എന്നിവരാണ്. കളിക്ക് ആവശ്യമായ പോളോസും ടീഷർട്ടും ബി പോസിറ്റീവ് അഡ്വർടൈസിംഗിന് വേണ്ടി കൃഷ്ണൻ TV പള്ളവും, ആദ്യ സെമിഫൈനൽ അഷറഫ് പയങ്ങാടിയും, രണ്ടാം സെമിഫൈനൽ ബഷീർ ടാബ്സ്കോയും, ഫൈനൽ മത്സരം ദുബായ് ഖൈര സ്റ്റോഴ്സും, ഫസ്റ്റ് എയ്ഡ് ഉദുമ സ്പെഷ്യാലിറ്റി നഴ്സിംഗ് ഹോമിന് വേണ്ടി VV ബാലനും, റഫറിമാരെ ഷാർജ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയും, ശബ്ദവും വെളിച്ചവും കണ്ണൻ കാദംബരിയും സ്പോൺസർ ചെയ്തിരിക്കുന്നു. ഞങ്ങളുമായി സഹകരിച്ച മറ്റ് വ്യക്തികളും സ്ഥാപനങ്ങളും: നാരായണൻ കറുത്തുഞ്ഞീസ്, വലീദ് അജ്മാൻ, നാനാസ് പള്ളം, ഗോപാലൻ കറുത്തുഞ്ഞീസ്, വിജയൻ PK, രാജേഷ് ചിറമൽ, ഭാസ്കരൻ മുക്കുന്നോത്ത്, അച്യുതൻ പള്ളം, KV വിജയൻ പാലക്കുന്ന്, ഗോപാലൻ UK പുന്നാട്, രാഘവൻ കൂട്ടപ്പുന്ന, മോഹനൻ AV, വിജയൻ പള്ളിക്കര, LG ഫ്രണ്ട്സ് ദുബായ്, TK ഖാദർ, അൽ അമീൻ ഗ്രൂപ്പ്, രാജേഷ് നാരായണൻ എന്നിവരാണ്. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ആശംസകളോടെ പുരുഷോത്തമൻ ഖത്താർ. പ്രിയ കായിക പ്രേമികളെ, ഭാരതത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പല രൂപങ്ങളിൽ കളിച്ചു വന്ന കായിക തികവിന്റെ സമന്വിത രൂപമാണ് കബഡി. മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ പ്രവർത്തിച്ചിരുന്ന ഹനുമാൻ വ്യായാമ പ്രചാരക് മണ്ഡൽ എന്ന സ്ഥാപനം 1936 ബെർലിൻ ഒളിമ്പിക്സിൽ ഒരു പ്രദർശന ഇനമായി അവതരിപ്പിച്ചതോടെയാണ് കബഡി ലോകശ്രദ്ധ നേടിയത്. 1938 ഇന്ത്യയിൽ നടന്ന ഒളിമ്പിക്സിൽ കബഡി ഒരു കായിക ഇനമായി ഉൾപ്പെടുത്തി. 1950 നിലവിൽ വന്ന അഖിലേന്ത്യാ കബഡി ഫെഡറേഷൻ മത്സരത്തിന് നിർദ്ദേശങ്ങളും നിയമാവലികളും ഉണ്ടാക്കി. ഹുഡൂഡോ എന്ന പേരിൽ ബംഗ്ലാദേശിന്റെ ദേശീയ കായിക ഇനമായി അറിയപ്പെടുന്ന കബഡി കർണാടകം, തമിഴ്നാട്, മഹാരാഷ്ട്ര, പഞ്ചാബ്, ആന്ധ്ര, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ പ്രധാന കായിക വിനോദമാണ്. കരുത്തിന്റെ മറുനാമമായി തീർന്ന കബഡിയിൽ ഇതിഹാസം രചിക്കാൻ ഈ UAE മണ്ണിലെത്തിച്ചേരുന്ന ടീമുകൾ കിടിലൻ പോരാട്ടങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കാനെത്തുന്നു. വരൂ, ഈ ആവേശത്തിരയിളക്കത്തിന്റെ ഭാഗമാകൂ. ഒരു പൂതന്നാൽ നീ എന്റെ കൂടെ പോരുമോ? ഞാൻ കൂട്ടിവെച്ച കൂട്ടിൽ നീ കുയിലായി പാടുമോ? നീ എന്നിണയായി കൂടുമോ? ഒരു പൂതന്നാൽ നീ എന്റെ കൂടെ. പ്രിയപ്പെട്ടവരെ, ഗൾഫിലെ വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഈ കബഡി മേളയ്ക്ക് ആതിഥ്യമരുളുമ്പോൾ തന്നെ ഉദുമയുടെയും കേരളത്തിന്റെ ആകെയും കബഡി രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു മഹൽ വ്യക്തിയെ സ്മരിക്കേണ്ടിയിരിക്കുന്നു. കബഡിയെ ജീവിത താളമാക്കിയിരുന്ന, കബഡി രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന, സംസ്ഥാന റഫറി കൂടിയായിരുന്ന, അകാലത്തിൽ പൊലിഞ്ഞുപോയ PV പവിത്രൻ പള്ളത്തിന്റെ ഉജ്ജ്വല സ്മരണകൾക്ക് മുന്നിൽ ഞങ്ങൾ ഒരു നിമിഷം ശിരസ് നമിക്കുന്നു. കനവു കണ്ടു ഞാൻ നിന്നെ സുഹൃത്തേ, നിൻ കനലു ചിന്തുന്ന വാക്കിന്റെ തീരത്ത്, കടലു കാണുന്ന കുട്ടിയെപ്പോലെ ഞാൻ വിരലുകൊണ്ടു കളം തീർത്തു നിൽക്കവേ. പഞ്ചാബിന്റെ പച്ചമണ്ണിൽ പൊട്ടിമുളച്ച് ഗ്രാമീണ ഇന്ത്യയുടെ സിരാതന്തുക്കളിലൂടെ വളർന്ന് ബെർലിൻ ഒളിമ്പിക്സിന്റെ വർണ്ണശോഭയിൽ കത്തിപ്പടർന്ന് നിരാസങ്ങളെയും നിരോധനങ്ങളെയും അതിജീവിച്ച് പോരിന്റെ വീറും കൂട്ടായ്മയുടെ കരുത്തുമായി ഉയർന്നു നിൽക്കുന്ന കബഡി ഒരു ജനതയുടെ സംഘബോധത്തിന്റെ പ്രതീകമാണ്. സംഘബലത്തിന്റെ ഉൾക്കരുത്തുകൊണ്ട് ശത്രുനിരയെ നിലംപരിശാക്കാൻ ചരിത്രാതീത കാലം മുതലേ ആദിമ മനുഷ്യന്റെ ഉൾതൃഷ്ണകൾ ഉണർന്നപ്പോൾ ഗ്രാമീണ യുവതയുടെ കളിക്കളത്തിൽ എവിടെയോ ജന്മം കൊണ്ടതാണ് കബഡി. പണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് യുവജനതയെ സമരസജ്ജരാക്കി നിർത്താൻ പഞ്ചാബിലെ ധീരദേശാഭിമാനികളായ നേതാക്കൾ കബഡിയെ ഒരായുധമാക്കി. ഒരു കാലത്ത് നിരക്ഷരരുടേതും നിർധനരുടേതുമായ കളിയെന്ന് കളിയാക്കി വരേണ്യവർഗം പുച്ഛിച്ചു തള്ളിയ ഗ്രാമീണ കായിക വിനോദം കൂടിയാണ് കബഡി. എന്നാൽ ബെർലിൻ ഒളിമ്പിക്സിൽ
കത്തിപ്പടർന്നതോടെ കബഡി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട അതിവിശിഷ്ടമായൊരു കായിക വിനോദമായി മാറി. ഏഷ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ ക്യാമ്പസുകളിലും സ്പോർട്സ് അക്കാദമികളിലും കരുത്തൻ യുവത്വങ്ങൾ കബഡിയുടെ അടവുകൾ കളരിക്കുട്ടികളെപ്പോലെ പഠിച്ച് പടക്കിറങ്ങാൻ ഒരുക്കുകൂട്ടുമ്പോൾ ഇതാ നൂതന തന്ത്രങ്ങളും പുത്തൻ സങ്കേതങ്ങളുമായി ഈ വിദേശ മണ്ണിലും കരുത്തരായി 20 ടീമുകൾ കൊമ്പുകോർക്കുന്നു. ഉപരിപ്ലവമായ ജീവിതം പ്രവൃത്തി ചെയ്യുവാനുള്ള ആവേശത്തെ കെടുത്തിക്കളയുന്ന കെട്ടുകാഴ്ചയുടെ ലോകമാണ് നമുക്ക് മുന്നിൽ പുലർന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂന്നുന്നിടത്തെല്ലാം ലാഭത്തിന്റെ കണക്കുകൾ അന്വേഷിക്കുന്ന ആധുനിക മനുഷ്യൻ തന്റെ കായിക സംസ്കാരത്തിൽ പോലും വെള്ളം ചേർത്തു. സംഘബലം കൊണ്ട് കരുത്ത് തെളിയിച്ചിരുന്നൊരു പാരമ്പര്യം സ്നേഹത്ത് നെഞ്ചരകളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആവേശ പോരാട്ടത്തിന്റെ ഇഴകൾ ചേർത്ത് തുന്നി അവതരിപ്പിച്ച കായിക മാമാങ്കമാണ് കബഡി. അധിനിവേശ ചിന്തകൾ മനുഷ്യ മസ്തിഷ്കത്തിൽ അടവെച്ചു വരിയാൻ തുടങ്ങുന്നതിനും എത്രയോ മുമ്പ് അധ്വാനത്തിന് ശേഷമുള്ള നിമിഷങ്ങളെ അർത്ഥവത്തായി വിനിയോഗിക്കാൻ അവൻ കണ്ടെത്തിയ കായിക വിനോദങ്ങളിൽ പ്രഥമ സ്ഥാനത്താണ് കബഡി. बहुत प्यार करते हैं तुमको सनम बहुत प्यार. കബഡി 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 ഇതൊരു കാലത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെയും ജീവിത പ്രാരബ്ധം മൂലം സ്കൂളിലേക്ക് പോകാൻ കഴിയാതെ ബീഡി കമ്പനികളിലേക്ക് നയിച്ച കൗമാരങ്ങളുടെയും ചുണ്ടുകളിൽ തത്തിക്കളിച്ച ആവേശമന്ത്രമാണ്. അത് നൽകിയ ഊർജം വഴി പിന്നീട് കബഡി എന്ന കായിക വിനോദത്തിന്റെ അമരത്ത് വിരാജിച്ച വീരകേസരികളുടെ നാടാണ് കേരളം. ഇന്ന് ജോലി സമ്പാദിക്കാനുള്ള എളുപ്പമാർഗമായി കബഡിയെ ആയുധമാക്കുമ്പോഴും ആ പഴയകാലത്തിന്റെ സ്മരണ നമ്മെ വിട്ടകലുന്നില്ല. ഇതാ കബഡിയുടെ പോയകാല തനിമ വീണ്ടെടുക്കാൻ ഇവിടെ ഈ മണലാരണ്യത്തിലൊരു പോരാട്ടം. കരുത്തും തന്ത്രവും പ്രായോഗിക ബുദ്ധിയും കൊണ്ട് എതിരാളികൾക്ക് മേൽ ആധിപത്യം പുലർത്താൻ ഓരോ ടീമും വാശിയോടെ പടപൊരുതുന്ന കബഡിയുടെ ശാലീന സൗന്ദര്യവും ഭാവതീവ്രതയും ചടുല നീക്കങ്ങളും കൊണ്ട് കാണികളെ ആവേശഭരിതമാക്കുന്ന പോരാട്ടങ്ങൾ. कसम चाहे ले लो कसम चाहे ले लो खुदा की कसम. പ്രിയപ്പെട്ടവരെ, യന്ത്രവൽകൃത ലോകത്തിന്റെ പുതിയ നീതികളിൽ നാളു പുലരുമ്പോൾ കാലുഷ്യത്തിന്റെ സമവാക്യങ്ങൾ കൂട്ടിരിക്കുന്ന ജീവിതം കാലത്തിന്റെ പതിവ് കാഴ്ചകളാകുന്നു. കനകം മൂലവും കാമിനി മൂലവും ഉലകിൽ സുലഭമായ ബഹുവിധ കലഹങ്ങൾ നിമിത്തം ഓരോ മനുഷ്യനും ഒറ്റയൊറ്റ തുരുത്തുകളിൽ നാളുപോക്കുന്നു. വർണ്ണവെറിയുടെയും വർഗവൈര്യത്തിന്റെയും ഇടിമുഴക്കങ്ങൾ ചുറ്റിലും അലയടിച്ചു പരക്കുന്നു. ചരിത്രം പോലും പകച്ചു നിൽക്കുന്ന ഈ ദശാസന്ധിയെ മറികടക്കാനുള്ള ഉപാധികളിൽ പ്രഥമസ്ഥാനത്താണ് കായിക മത്സരങ്ങൾ. കളിക്കളത്തിൽ ജാതിയില്ല, മതമില്ല, ഭേദചിന്തകൾ ഏതുമില്ല, ആവേശക്കളിയുടെ അലകൾ മാത്രം. അതുകൊണ്ട് തന്നെ പുതിയ കാലത്തിനേറെ പ്രതീക്ഷകൾ സമ്മാനിക്കുന്ന സാംസ്കാരിക പ്രവർത്തനമായി തീരുന്നു കായിക മത്സരങ്ങളെന്ന തിരിച്ചറിവിലൂടെ ഗൾഫ് വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അഭിമാനത്തോടെ ആതിഥ്യമരുളുന്ന ദേശീയ പ്രാധാന്യമുള്ള ഈ കബഡി ടൂർണമെന്റ് വൻ വിജയമാക്കുവാൻ നിറഞ്ഞ മനസ്സോടെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളോടും സ്ഥാപനങ്ങളോടും സ്നേഹപൂർവ്വം ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. മേലിലും ഞങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിക്ടറി ക്ലബ് UAE കമ്മിറ്റിക്ക് വേണ്ടി ഈ പരസ്യ CD തയ്യാറാക്കിയത് മുറാദ് ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ, തൃക്കരിപ്പൂർ, കാസർഗോഡ് ഡിസ്ട്രിക്ട്, കേരള. ശബ്ദം നൽകിയത് കരിവള്ളൂർ രാജൻ. എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം ഞാൻ നന്ദി അറിയിക്കുന്നു. ഏവർക്കും ഐശ്വര്യസമ്പൂർണമായ സ്നേഹസമ്പന്നമായ പുതുവത്സരാശംസകൾ നേരുന്നു.